ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ അല്ലേ? കഴിഞ്ഞ മാർച്ചിൽ ബാംഗ്ലൂരത്തെ ജോലിയും റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോയത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെയും ബാംഗ്ലൂർ തന്നെ എത്തി. സോ ആഫ്റ്റർ എ ലോങ് ടൈം, വെൽക്കം ബാക്ക് ടു റോഷ് സ്റ്റോറീസ്. ഇന്ന് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ. ഞങ്ങളുടെ സ്കൂളിലെ മാനേജർ ഞങ്ങളൊരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വില്ലേജിൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചെറിയ ഫീസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ പല വേർഷൻസും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ചൂടുള്ള ഒരു ക്ലൈമറ്റ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ തണുത്ത കാറ്റെങ്കിലും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഈ പ്രോഗ്രാം എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിന് കുറച്ച് ഉള്ളിലോട്ട് ഹൊസൂർ ഭാഗത്തായിട്ടാണ്. ബാംഗ്ലൂർ എന്ന് പറയാൻ പറ്റില്ല, തമിഴ്നാട് ഏരിയയിലാണ്. അവിടെ അവർ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഫീസ്റ്റ് പോലെ അവർ ഗ്രാമത്തിലെല്ലാവർക്കും ഫുഡ് നൽകുന്ന ഒരു പരിപാടിയാണ്. ആക്ച്വലി കർണാടക ഫുഡ് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ലെങ്കിലും ഇവരുടെ നോൺ വെജ് സദ്യ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ പച്ചക്കറിയൊന്നുമല്ല അവർ കൂടുതലായി കൃഷി ചെയ്യുന്നത്. കൂടുതലും പൂക്കളായിരുന്നു. റോസ്, ജമന്തി, അങ്ങനെ ചില പേരറിയാത്ത പല പൂക്കൾ. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് വളരെ ടയേർഡായി ക്യാബ് പിടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്.